ഓ ഇവിടെ അല്ല, ഇവിടെ വരെ ബിൽഡിംഗ് ഉണ്ടായിരുന്നോ? ഇവിടെ വരെ. നമസ്കാരം സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വയനാടിൻ്റെ മണ്ണെ പറ്റിയാണ് അതായത് ചാനലുകളിലും പത്രമാധ്യമങ്ങളിലെല്ലാം വരുന്നത്. അതായത് ഇവിടുത്തെ ഒരുപാട് ജീവനുകൾ മനസ്സരിയിക്കുന്നതായ ഒരുപാട് കാഴ്ചകളാണ് ഈ വയനാട് മേപ്പാടി, ചൂരൽമല, അതുപോലെ തന്നെ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നത്. അപ്പം ഒരു സൈഡ് നോക്കുവാണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് വേണം പോകേണ്ടത്. ഒരുപാട് ജീവനുകൾ, ടൂറിസ്റ്റുകളൊക്കെ ഇന്ന് മൺമറഞ്ഞു പോയിരിക്കുകയാണ്, കാണാനില്ല എന്നുള്ള വാക്കുകളാണ്. പലയിടത്തും പല അതായത് വന്ന ഒരു നേരം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി വന്നവരൊക്കെ ഇന്ന് കാണാതെ വാഷ് ഔട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വരുന്ന അതായത് ഗവൺമെൻറ് ഒഫീഷ്യൽസ്, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന അലേർട്ടുകൾ നമ്മൾ അത് ശരിക്കും ഫോളോ അപ്പ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പല യാത്രകളിലും നമ്മൾ പറയാറുണ്ട്, അത് ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാം. അപ്പോൾ നമ്മൾ എന്തായാലും മുന്നോട്ടുള്ള യാത്ര കാണാം. അപ്പോൾ ഇന്ന് വളരെ സങ്കടകരമായിട്ടുള്ള യാത്ര, മനസ്സിനെ അതായത് ടച്ച് ചെയ്തുകൊണ്ടുള്ള യാത്രയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് കിട്ടിയ കുറേ വിഷ്വൽസാണ് കിട്ടിയത്. ആ വിഷ്വൽസൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. ഇന്ന് നമ്മൾ നേരിട്ട് കാണാൻ പോകണം അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഇന്ന് ചൂരൽമലയ്ക്കകത്തോട്ടുള്ള മാക്സിമം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം എന്നുള്ള പ്ലാനിലാണ് മുന്നോട്ട് പോകുന്നത്. കാണാം അങ്ങോട്ടുള്ള യാത്ര. നമ്മുടെ ഡ്രോണിൽ റഡാർ വെച്ച് ചെക്ക് ചെയ്യും. DYFI പിള്ളേരെല്ലാം കൂടെ അവർ യൂത്ത് ബ്രിഗേഡ് എല്ലാം കൂടെ ചേർന്ന് അവർ കല്ല് മാറ്റുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അല്ലേ, ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ ആൾ വന്നു. വെള്ളത്തിന് ഒഴുക്കുണ്ടോ? ഇതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. എന്തൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ രാഷ്ട്രീയ കക്ഷി ഭേദമെന്നില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് ആ സ്കൂൾ കേട്ടോ. ഒരു കടയുടെ ബാക്ക് സൈഡ് കൊണ്ടാണ് പോയിരിക്കുന്നത്. സഹിക്കത്തില്ല. ഇപ്പോഴും വെള്ളത്തിന് ഭയങ്കര ശക്തമായിട്ട് ഒഴുക്കാണ്. ആ മലയുടെ മണ്ടയിൽ നിന്നാണ് പൊട്ടി ഒടിച്ചത് വെള്ളം. ഭയങ്കര ഭീകരമായിട്ട് അവസ്ഥയാണ്. DYFIക്കാരെന്നാലും സ്ട്രോങ് ആയിട്ട് അവിടെ എന്തോ ഉണ്ട്, അവരെ കൊണ്ട് പറ്റുന്ന കാര്യം അവർ ചെയ്യുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്, DYFI, യുവമോർച്ച എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ചെയ്യുന്നത്. അതാണ് വലിയ കാര്യം തന്നെ. ഇതൊക്കെ അടുക്കളയായിരുന്നു, ബാത്റൂമും അടുക്കളയും എല്ലാം തകർന്ന് തരിപ്പണമായി പോകണം. വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഇവിടെ ഒരു അമ്പലമായിരുന്നു കേട്ടോ ഈ ഭാഗത്ത്. JCB നിൽക്കുന്ന അവിടെ ആൽത്തറയുടെ അമ്പലമായിരുന്നു. ഈ ഒരു ആല് മാത്രമേ നിൽക്കുന്നുള്ളൂ കേട്ടോ. കടയാണ്. നാസർക്ക് ഇപ്പോൾ വന്നവർ എല്ലാ സാധനമൊക്കെ എടുത്ത് മാറ്റുകയാണ്. എങ്ങനെ പുള്ളിയുടെ അല്ലേ മിസ്സിങ് അല്ലേ? അബൂബക്കർ എന്ന് പറഞ്ഞ ആളുടെ കടയാണ് കേട്ടോ. കട മിസ്സിങ് ആണ്.
അകത്തോട്ട് കയറി ഞാൻ അയ്യോ ചളിയല്ലേ. ഓക്കെ എൻ്റെ പൊന്നോ, അത് ചെറിയ വാതിലാണ് അവിടെ വീട്ടിലേട്ടാ, അത് സ്റ്റെപ്പായിരുന്നു അവിടെ അല്ലേ? അവിടെ നോക്കിയാൽ ചെറിയ വാതിലായിരുന്നു. ആൾ മിസ്സിങ് ആണ്, അവരുടെ വീടായിരുന്നു. സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അവരെത്ര ആളുണ്ടായിരുന്നു വീട്ടിൽ? എത്ര ആളുണ്ടായിരുന്നു? ആഹാ, ഒരാൾ മിസ്, ഒരാൾ ആ ഇദ്ദേഹത്തിൻ്റെ പെങ്ങൾ, ബാക്കി ഉള്ളവർ സേഫാ. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. വണ്ടികളാണ് ഇവിടെ ഒരുപാട് ഗുണപ്പെട്ടത് കേട്ടോ, പ്രയോജനപ്പെട്ടത്. വണ്ടികളുള്ളതുകൊണ്ട് ഒരുപാട് പ്രയോജനപ്പെട്ടു. സ്കൂളിൻ്റെ ഭാഗങ്ങളാണ്. എൻ്റെ പൊന്നോ ദൈവമേ, നിങ്ങളിത് കാണണം. കാരണം എൻ്റെ പൊന്നോ അങ്ങനെയല്ല നല്ലത്. ഇത് സ്കൂളാണ്, സ്കൂളിൻ്റെ ഏരിയകളാണ് കേട്ടോ. എനിക്ക് അതൊക്കെ ഇതൊക്കെ സ്കൂൾ ഗ്രൗണ്ടായിരുന്നു കേട്ടോ. അതാണ് ആ സ്കൂൾ. സ്കൂളിൻ്റെ അവസ്ഥ, സ്കൂളിൻ്റെ ഷെഡാണെന്ന് തോന്നുന്നല്ലേ. വിദ്യാധനം സർവധനം പ്രധാനം. സ്കൂളിൻ്റെ ഗ്രൗണ്ടാ അല്ല, സ്കൂൾ ഇതെന്താ അറിയോ? അറിയില്ല. സ്കൂളിൻ്റെ ഭാഗം തന്നെ നോക്കി, മണ്ണ് കിടക്കുന്ന നോക്കി, ചള്ള കിടക്കുന്ന നോക്കി. ദൈവമേ, മുട്ട കിടക്കുന്നുണ്ടോ? ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, മുല്ലപ്പെരിയാർ പൊട്ടിയാലത്തെ അവസ്ഥ ഒന്ന് ഓർത്ത് വയ്ക്കുക. എൻ്റെ പൊന്നടിയോ, ഭയാനകം. VHS വെള്ളാർമല പിന്നെ അടിഭാഗം നോക്കി, അടിഭാഗം മൊത്തം മുങ്ങിപ്പോയെന്നുള്ളത്. ഭയാനകമാണ് ഈ ഭയാനകം. വെള്ളം കയറിയിരിക്കുകയാണ്. ഭയങ്കരം. ഈ സ്കൂൾ റോഡിന് ഒരു 1.5 കിലോമീറ്റർ വീടുണ്ടോ ഇപ്പോൾ? നമ്മളെ വീടുണ്ട്. നമ്മുടെ വീട് മുതൽ തൊട്ട് താഴെയുള്ള മുഴുവൻ വീടുകൾ പോയി. ഏറ്റവും കൂടുതൽ താമസം ആ ഏരിയയിലായിരുന്നു അതോ? ഈ സ്കൂള് കഴിഞ്ഞിട്ട് അവിടം വരെ അധികം പേര് 5 സെൻറ്റ് 2 സെൻറ്റ് 3 സെൻറ്റൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. ഒരുപാട് ജനസാന്ദ്രതയുള്ളത്. ഒരുപാട് പേര് മിസ്സിങ് അല്ലേ? കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഉള്ള വീടുകളിലുള്ള ആൾക്കാർ മാറിയിരുന്നു. അല്ലേന്ന് കൂടുതൽ മഴയുള്ളതുകൊണ്ട് അവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒച്ച കേട്ടിട്ട് മുകളിലേക്ക് കുന്നിലേക്ക് ഓടിക്കയറിയവരൊക്കെ രക്ഷപ്പെട്ടു. ബാക്കി ഉറങ്ങിക്കിടന്നവരാണ് എന്താണെന്നറിയില്ല. വീട് മുഴുവനായി പോയവരെല്ലാം തന്നെ എല്ലാം പോയത്. അതിലും കുറേ പേരുടെ ബോഡി കിട്ടാനുണ്ട്, മിസ്സിങ് ആയിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. അന്ന് ആ സ്പോട്ട് സംഭവം നടക്കുമ്പോൾ ചേച്ചിക്ക് ഇവിടെ ഉണ്ടോ? ഞാനിവിടെ ഇല്ല, ഞാൻ പുത്തുറയിലെ താമസിക്കുന്നത്. ഞങ്ങൾ ഇവരാണ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ചേട്ടൻ പേരെങ്ങനെ? പ്രശാന്ത് അല്ലേ? ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ കേരള ബാങ്കിൻ്റെ ഇവിടുത്തെ ശൂരമല ശാഖയിലെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ കുറേ വൈകി, ഒരു 7:30 ആയി. എന്നിട്ട് വീട്ടിലെത്തി ഞങ്ങൾ കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ഇത്തിരി വെള്ളം കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന വീടുകളിലൊക്കെ ആൾക്കാരെ മേലേക്ക് അല്ല ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ അടുത്ത ദിവസം പെങ്ങളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ രാത്രി 1:30 മണിയാകുമ്പോൾ ഞങ്ങളെ വിളിച്ചു, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നിട്ട്. ആ സമയത്താണ് ഞെട്ടി വന്നിട്ട് നമ്മളെ വീടിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വഴിയിലേക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് മക്കളെ ഒക്കെ കൂട്ടി ഓടി കുന്നിൻ്റെ മേലെ, ഞങ്ങളുടെ വീടിൻ്റെ പുറകിലേക്കുള്ള കുന്നിലേക്ക് ഓടി. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു അപ്പുറത്ത്, സുരേഷ് എന്ന് പറഞ്ഞിട്ട്. അത് അവരിത്തിരി ഹൈറ്റിലാണ്, എന്ന് വെച്ചാൽ റോഡിനേക്കാളും ഒരു 3-4 വീട് ഉയരത്തിലാണ് അവരെ വീട്. അപ്പോൾ അവിടം വരെ എത്തില്ലല്ലോ എന്നുള്ളതിലാണ് ഞങ്ങൾ അങ്ങോട്ട് ഓടിയത്. എന്നിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവരെല്ലാം കൂടി മണ്ണിൽ പുതിർന്ന് എനിക്ക് ഓടി വരുന്നത്. അപ്പോൾ അവരെ കുട്ടീനെ കാണുന്നില്ല, കുട്ടി മിസ്സിങ് ആവുകയും ചെയ്തു. ഞങ്ങൾ ഇത്തിരി കൂടി ഉയരത്തിലുള്ള ഒരു മഹേഷ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലേക്ക് കയറി.
അങ്ങനെ അവിടുന്ന് ഇതേപോലെ മണ്ണിൽ കയറി രക്ഷപ്പെട്ട് വന്നവരൊക്കെ അന്ന് അവിടെ കൂടി. അവിടെ പിന്നെ എല്ലാവരും വെള്ളമൊക്കെ ഒഴിച്ച് അവരെയൊക്കെ ക്ലിയറാക്കി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് ആശ്വാസമായ സമയത്ത് ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് മിസ്സിംഗ് ആയ ആൾക്കാരുണ്ടല്ലോ അവരെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 2-3 പേരെ നമ്മൾ എണീക്കാൻ വയ്യാത്തവരൊക്കെ കയറ്റി മേലെ എത്തിച്ചു. പിന്നെ ജീപ്പിനടിയിൽ പെട്ട് കിടക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ജീപ്പും ഇങ്ങനെ കല്ലും ഒക്കെ ആയിട്ട് വന്ന് കിടക്കുന്നത്. അത് നോക്കുമ്പോൾ പൊക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു 5-8 പേര് കൂടിയിട്ട് അത് പൊക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അടുത്ത് പൊട്ടി വരുന്നത്. അതിൽ ഞങ്ങൾ പെട്ടുപോകും എന്നുള്ള ഒരു ഇതിലായിപ്പോയി. ഞങ്ങൾ കുറേ താഴെയാണ്. പിന്നെ ഞങ്ങൾ മേലെ കയറി ഓടി മേലെ എത്തിയാലേ ഞങ്ങൾ രക്ഷപ്പെടും. വെള്ളം വന്ന് ഇടിച്ചിടിച്ച് കയറി മേലോട്ട് പോകും. സൗണ്ട് ഈ പ്രദേശം മുഴുവനും ഇങ്ങനെ മുഴുങ്ങുന്ന മാതിരിയുള്ള സൗണ്ടാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ കയറുന്നതനുസരിച്ച് ചവിട്ട് താഴോട്ട് പോവാണ്. അങ്ങനെ പിന്നെ മേലെ എങ്ങനെയോ ഓടി കയറി. അപ്പോഴത്തേക്കും ഞങ്ങളെ വീട്ടിനകത്തു നിന്നുള്ളവരൊക്കെ മേലേക്ക് കയറി. പിന്നെ ഞങ്ങൾ നേരം വെളുക്കുന്നവരെ കാട്ടിൽ നിന്നങ്ങനെ പിന്നെ മറുവശത്തുള്ള കുന്നിൽ കൂടെ ഇറങ്ങി ഇങ്ങോട്ട് ചുരമലയിലേക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ കയ്യിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ അമ്മയും അവരൊക്കെ മിസ്സിങ് ആയിരുന്നു. എന്നിട്ട് പിന്നെ ആ കുട്ടീൻ്റെ വാപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടീൻ്റെ ഉമ്മ ഞങ്ങൾ താഴെ ആംബുലൻസിലെത്തിയപ്പോൾ അവർ പേര് പറഞ്ഞപ്പോൾ അവർ പിന്നെ വിംസിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ വിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുട്ടീനെ അവിടെ ഏൽപ്പിച്ച്. കുട്ടീൻ്റെ അമ്മ ICUലായിരുന്നു. അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത പിന്നെ ഏട്ടൻ്റെ വീട്ടിലേക്ക് മേപ്പാടികൾ പോവായിരുന്നു. സ്കൂളിൻ്റെ അവസ്ഥ കണ്ടോ ദൈവമേ. സ്കൂൾ മൊത്തം പോയല്ലേ. ആ ബിൽഡിംഗ് ഒക്കെ പുതിയ ബിൽഡിംഗാണ്. എന്നിട്ട് അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അത് കെട്ടി കഴിഞ്ഞിട്ട് 2 വർഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ നിയമ തടസ്സങ്ങളുള്ളതുകൊണ്ട് പേപ്പർ വർക്ക് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട്. അപ്പോൾ അതിനൊരു സാറിന് ഞങ്ങൾ സാറ് പറഞ്ഞിട്ട് അതിൻ്റെ ഈ വരുന്നതിന് പിറ്റേ ആ അന്നത്തെ ദിവസം അതിൻ്റെ ദിവസം കയറാനിരുന്നതാണ്. അങ്ങോട്ട് ആ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനിരുന്നതാണ്. ഭയങ്കര ചേട്ടൻ കേരള ബാങ്കിലാണ് ഇവിടെ പഠിച്ചതാ. GHSS വെള്ളാർമല സ്കൂളില്ല. എല്ലാം എന്താ നിൽക്കുകയാണ്. അയ്യോ തടി വന്ന് കിടക്കുന്നുണ്ടോ. എൻ്റെ വ്യാപ്തി കാണണമെങ്കിൽ ഇതാണ് ശരിക്കും പറഞ്ഞ എൻ്റെ വ്യാപ്തി. അന്നത് വന്നതിൻ്റെ തടികൾ കണ്ടോ. വന്ന് അവിടുന്ന് മരമണ്ടയ്ക്കുന്ന് വന്ന തടികളാണ്. അയ്യോ ഓ അതേ കമ്പി കിടക്കുന്നുണ്ടോ. മൊത്തം മരങ്ങളിങ്ങി പോകുന്നല്ലേ. ഓ ഇവിടെ അല്ല ഇവിടെ വരെ ബിൽഡിംഗ് ഉണ്ടായിരുന്നോ. ഇവിടെ വരെ റോഡായിരുന്നു. ഫില്ലായി കിടക്കുക. മാറ്റി വന്നു കിടക്കുകയായിരുന്നു. ഓ മേലോട്ട് കയറിക്കോട്ടെ. വരുന്നോ? ഓക്കെ ഇത് കണ്ട ഓരോരുത്തർ വല്ലാത്ത മേലെ വരെ നല്ല റോഡും 2 സൈഡും നിറച്ച് പിന്നെ നടുക്കൂടെ റോഡും 2 സൈഡും കുറച്ച് നിരപ്പായിട്ടുള്ള പിന്നെ സ്ഥലമായിരുന്നു. അതുകൊണ്ട് 200 വീടുകൾ ഈ സൈഡിൽ മാത്രം ഉണ്ടായിരുന്നു. പിന്നെ എത്ര വീടുണ്ടെന്ന് എക്സാക്ട് ഇതിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഈ കുന്നിൻ്റെ മറുവശത്ത് ഉള്ള റോഡിൽ വണ്ടി നിർത്തിയിട്ട് അതിലെ കയറിയിട്ടാണ് പോകുന്നല്ലേ. സാധനങ്ങൾ എടുത്തിട്ട് പിന്നെ അപ്പുറത്തെ വണ്ടിയിലേക്ക് ഇറക്കിയത്. രക്ഷപ്പെട്ടുണ്ടോ? ഒരു ഗ്യാസ് കുറ്റി നോക്കി. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഭീകരത അല്ലേ. ഇതുവാ അല്ലേ. ശരി താങ്ക്സ്. ഉണ്ടല്ലേ അവിടെ തന്നെയാണ് മോണ്ടേക്കാം. കണ്ടോ നോക്കി സ്കൂളിൻ്റെ അവസ്ഥ കണ്ടോ. ഭയങ്കര ഇവിടെയാണോ വീട് അക്ക? ഇവിടെ എവിടെയായിട്ടാ? കുറച്ച് മേലായിട്ടാ. ഓ ഇത് വല്ലാത്തൊരു കാഴ്ചയാണ്. മക്കൾ പഠിക്കുന്ന സ്കൂളാ. എത്ര മക്കളുണ്ട്? 3 മക്കളാ. 2 മക്കളാ.